ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വി ആർ എന്ന സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എന്തായത്, പൂമ്മ പീമിൻ്റെ അടുത്ത് എനിക്കിതിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പൂമ്മാണെങ്കിൽ പീമിൻ്റെ അടുത്ത് എനിക്കിതിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ടിട്ട് പീമിൻ്റെ ഫേസിൽ വരുന്നതിൻ്റെ എക്സ്പ്രഷൻ്റെ 100 ഇരട്ടി എക്സ്പ്രഷനാണ് അവിടെ ഇരിക്കുന്ന ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഫേസിൽ വരുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഇവരിപ്പോൾ എന്തായി പറഞ്ഞേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷോക്കായിട്ട് ഇവിടെ തന്നെ നോക്കുകയാണ്. ഈ ഒരു ടൈമിന് പീമാണെങ്കിൽ നീ സീരിയസ് ആയിട്ടാണ് പറയുന്നത് അതോ നീ തമാശ കളിക്കുകയാണെന്ന് വെച്ചപ്പോൾ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞേ, എനിക്കിതിന് ഇഷ്ടമാണെന്ന് അറിയുന്നുണ്ട്. വീട്ടിലും ബാക്കി എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ മിക്കും ബിയറും ഇവരുടെ ഒരു ഐ കോൺടാക്റ്റിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്താ സംഭവിക്കാൻ പോണേ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ടൈമിന് പീമാണെങ്കിൽ നിനക്കെന്നെ ഇഷ്ടമായ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യ്, എൻ്റെ മനസ്സ് കീഴടക്കാനായിട്ട് ശ്രമിച്ചു നോക്കാൻ പറയാണ്. ആ ടൈമിന് അത് പറഞ്ഞു കേട്ടിട്ട് എങ്കിൽ പിന്നെ അതിനായിട്ട് റെഡി ആയിട്ടിരുന്നോളാനും പറയുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും രണ്ടുപേരും പൊളിയാ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഡ്രിങ്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചീയേഴ്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡ്രിങ്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കോളേജിൽ ക്യൂ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സീനിയേഴ്സ് ജൂനിയേഴ്സ് എല്ലാവരും ചേർന്നിട്ട് അവരുടെ ആർട്ട് ഗാലറി ചെയ്യാൻ പോകുന്നതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഇയർ, അതായത് ലാസ്റ്റ് സെക്കൻഡ് ഇയറിൽ അവർക്ക് ആർട്ട് ഗാലറി അവസാനമാണ് നടത്തിയെങ്കിൽ ഇപ്രാവശ്യം ഇവർക്ക് ആർട്ട് ഗാലറി നേരത്തെ നടത്താണ്. അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ തുടങ്ങുകയാണ്. ഈ ഒരു ടൈമിന് അവർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ക്യൂവിൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വർക്കുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന ടൈമിന് നീ മ്യൂസിക്കും കൂടെ പ്ലേ ചെയ്യാവോ, നീയും നിൻ്റെ ഫ്രണ്ട്സും മ്യൂസിക് പ്ലേ ചെയ്യാറുണ്ടല്ലോ എന്ന് പറയാണ്. ക്യൂ ആ സമയം ഓക്കെ ഡൺ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂടെ വിളിച്ചാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അത് മാത്രം പോരാ, നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, നമുക്ക് ഓരോ ബൂത്തുകൾ ഓപ്പൺ ചെയ്താലോ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരടുത്തും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബൂത്ത് ഓപ്പൺ ചെയ്യാൻ പറയാം, ഒരുപാട് പേരെ ഇത് അട്രാക്റ്റ് ചെയ്യുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം പീമത് കേട്ടിട്ട് നല്ലൊരു ഐഡിയ, ബൂത്ത് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ എങ്ങനെ നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്തുകൊണ്ട് പോകുമെന്ന് പറയാണ്. ആ ടൈമിന് ഇതിനു മുമ്പ് വന്ന എല്ലാവർക്കും ടൈമിന് മുമ്പ് നമ്മൾ ചെയ്ത് തീർച്ചിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഇത് പറ്റത്തില്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീമ് അത് ശരിയാ, ഇതും നമ്മൾ ചെയ്യും, പിന്നെ ഞാനാണെങ്കിൽ പോർട്രേറ്റ് വരയ്ക്കുന്ന ഒരു ബൂത്ത് ഓപ്പൺ ചെയ്യാൻ പോവാ, ക്യൂ നീ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ക്യൂ ആ സമയം ഞാൻ പാട്ട് പാടണം, ഞാൻ ഡ്രോയിങ് ചെയ്യണം, എനിക്കിട്ട് എന്തിനാ എല്ലാ വർക്കും തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യൂവും ഭീമും കൂടെ ആയിട്ട് അവരുടെ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരാണ്. അങ്ങനെ നടന്നു വരുന്ന ടൈമിന് ക്യൂവിൻ്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ക്യൂ ആ സമയം ഒന്ന് മുന്നിലേക്ക് നോക്കിയിട്ട് പിന്നീട് തിരിച്ച് ഭീമിനെ നോക്കിയ ശേഷം നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നീ ആളുടെ കൂടെ പൊക്കോളാനായിട്ട് പറയാണ്. അങ്ങനെ പറയാൻ കാരണം പറ്റുന്നില്ല, അവിടെ ഭീമിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. അത് കണ്ടതും ഇവനാണെങ്കിൽ ഇവനെന്താ ഇവിടെ എന്നുള്ള രീതിയിലൊരു എക്സ്പ്രഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം ഭീമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കവർ അവൻ്റെ കൊടുക്കുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് വന്നിട്ടുള്ളതാ, നീ ഇത് കഴിക്കുക എന്ന് പറയാണ്. ആ സമയം അല്ല നീ എന്തിനാ എനിക്കിപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ആണെങ്കിൽ അത് പിന്നെ നിന്നെ വളയ്ക്കാൻ ശ്രമിക്കാൻ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്, ഞാനത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ നിന്നെ വളയ്ക്കാൻ പോകുന്നത്, ഫുഡ് കഴിക്കുക, അതിൻ്റെ കൂടെ എന്നെയും കൂടെ ഓർക്കണേ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോവാണ്. ഈ സമയം ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ക്യൂ ഫുള്ള് കിളിപോയി നിൽക്കുന്നുണ്ട്. പറഞ്ഞു കേട്ടപ്പോൾ ഭീമിൻ്റെ കിളിയും കംപ്ലീറ്റ് അടിച്ചു പോയായിരുന്നു. ക്യൂ ആ സമയം നിൻ്റെ കിളിയൊക്കെ പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഭീമിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണേ എന്ന് പറഞ്ഞ ഡയലോഗ് ക്യൂ പറഞ്ഞ അതേ രീതിയിൽ ഭീമിനോട് പറഞ്ഞിട്ട് അവനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് ഓടാണ്. തന്നെ കളിയാക്കിയെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ പുറകെ തന്നെ അവനെ ടോട്ടിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവരാണെങ്കിൽ ഈ ഒരു ഫുഡും കൊണ്ട് ക്യാൻറ്റീനിൽ ചെന്നിരിക്കുന്നതാണ്. ക്യൂ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു, എന്നാൽ വാങ്ങിച്ചെടുത്ത് ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു ഫുഡ് അവനിങ്ങനെ എടുത്തു വെച്ചതും ക്യൂ അത് കണ്ടിട്ട് സ്പെഷ്യൽ ഫുഡാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോയും ഫുഡ് വാങ്ങിച്ചിട്ട് വരാണ്. അങ്ങനെ അവനും നമ്മുടെ ക്യൂവിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ആ ടൈമിൽ ടോയും ഇത് അടിപൊളി ഫുഡാണല്ലോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ക്യൂ ആണെങ്കിൽ നിനക്കിതൊരാൾ കൊണ്ടുവന്നതാണെന്ന് നീ എന്താ ടോയിനോട് പറയാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടോയ് കൊണ്ടുവന്നതോ, പുമ്മാണോ കൊണ്ടുവന്നേ, ഇപ്പോഴേ നിന്നെ വളയ്ക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങിയോ എന്നിങ്ങനെ ഭീമിനോട് ചോദിക്കുകയാണ്. ആ സമയം അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റിയിട്ട്
ഉടനെ തന്നെ ക്യൂവിൻ്റെ അടുത്ത് അല്ല നമ്മുടെ ആർട്ട് ഗാലറിയുടെ വർക്കിന് നമുക്ക് പന്നിനെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ക്യൂ ആ സമയം വിഷയം മാറ്റാനൊന്നും നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഈ ആർട്ട് ഗാലറിനെ കുറിച്ച് കേട്ടിട്ട് ടോയ് ആണെങ്കിൽ ആർട്ട് ഗാലറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണോ, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഭീമാണെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെയും ഓരോ ബൂത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരുപാട് പേരെ അത് അട്രാക്റ്റ് ചെയ്യുമല്ലോ എന്ന് പറയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് നീ ഏതെങ്കിലും ബൂത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭീം ആ ഞാൻ പോർട്രേറ്റ് വരയ്ക്കുന്ന ഒരു ബൂത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്യൂവും അവിടെ വന്നിരുന്നിട്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാണെന്ന് പറയാണ്. ആ ടൈം ടോയ് മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാണോ എന്നിങ്ങനെ ക്യൂവിനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. ക്യൂ ആ സമയം ടോയിൻ്റെ അടുത്ത് നിനക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഭീം ആ സമയം ഏയ് നീ എന്തിനാ അവൻ്റെ അടുത്ത് ചോദിക്കണം, അവൻ്റെ അടുത്ത് തന്നെ തീരുമാനിക്കാൻ പറയുന്നത്, നീ എന്താ പാട്ട് അവന് വേണ്ടിയിട്ടാണോ പാടാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഞാൻ അവന് വേണ്ടിയാണ് പാടാൻ പോകുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ടോയിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഭീം അപ്പോൾ അവൻ ഒരു സാധനമൊന്നുമല്ല, അവൻ്റെ അനിയനാന്ന് പറയുന്നുണ്ട്. ക്യൂ അപ്പോൾ അവൻ നിൻ്റെ അനിയനാ, പക്ഷേ നിൻ്റെ ഈ അനിയൻ എൻ്റെയാ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഭീമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള അവൻ്റെ ആൻറ്റിയുടെ കഫേയിലോട്ട് ചെന്നിട്ട് ഭീമിൻ്റെ ആൻറ്റിയുടെ അടുത്ത് നിന്ന് കോഫി ഉണ്ടാക്കാനും ക്യാപ്പുച്ചിനോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ളത് ഭീമിനെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനവൻ്റെ റൂമിൽ നിന്ന് സാധാരണ പോലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആൻറ്റി എന്തിനു ഹെൽപ്പ് ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതും പറഞ്ഞു വന്നപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഷോക്കായിട്ട് നീ ഇവിടെ എന്താ ചെയ്തത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ആണെങ്കിൽ ഞാനിവിടെ നിന്നെ വളയ്ക്കാനായിട്ട് വന്നേന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാണ്. അവൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം ഇതാണെന്ന് മനസ്സിലായതും ആൻറ്റി കേൾക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് പുമ്മിനെ തടയാനായിട്ടും ഭീം ഉടനെ തന്നെ അലറി വിളിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്തേക്കെല്ലാണ് ആട്ടേൻ ആൻറ്റി നിനക്ക് എന്തിൻ്റെ കുഴപ്പമാടാ, നീ എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭീം അത് പിന്നെ ഞാൻ എൻ്റെ വോയിസൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ പതുക്കെ പുമ്മിന് ആക്ഷൻ കാണിക്കുകയാണ്. ഈ ഒരു ടൈമിന് ആൻറ്റിയുടെ അടുത്ത് അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആൻറ്റി കോഫി സെർവ് ചെയ്യാനായിട്ട് പോവാണ്. ഇടന് ഭീം അവരുടെ അടുത്തേക്ക് വരാണ്. ആ ടൈമിന് പുമ്മാണെങ്കിൽ അവൻ്റെ അടുത്ത് ഞാനേ നിന്നെ ഇവിടെ വളയ്ക്കാനായിട്ട് വന്നേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് അവരെവിടെ ഒരു ഐ കോണ്ടാക്റ്റ് ആവാണ്. അതിനുശേഷം ഭീം അവൻ്റെ ആൻറ്റീനെ കഫേയിൽ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ വർക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് ഒരു കോഫി ഇട്ടുകൊണ്ട് വന്നിട്ട് ഭീമിൻ്റെ അടുത്ത് കുടിച്ചു നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, എങ്ങനെയുണ്ടെന്ന് പറയാനായിട്ട് പറയാണ്. അങ്ങനെ ഭീം അത് കുടിച്ചു നോക്കാണ്. കുടിച്ചതും കേൾക്കാതെ ഭീം ഇപ്പം തന്നെ ആവശ്യത്തിലേറെ ഞാൻ നിന്നിലേക്ക് വീണുപോയി, ഇനി ഞാൻ എങ്ങനെ വീഴാനാ എന്നിങ്ങനെ പറയാണ്. ഈട്ടന് ഭീം എന്തോ പറയുന്നത് മനസ്സിലായിട്ട് എന്താ പറയുകയെന്ന് ചോദിക്കുകയാണ്. ഭീം അപ്പോൾ അതൊന്നൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കോഫി നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ഭീമിൻ്റെ ആൻറ്റിയാണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് നീ ഫ്രീ ആണെങ്കിൽ പോയി പാല് വാങ്ങിച്ചിട്ട് വരാനായിട്ട് പറയാണ്. അങ്ങനെ ഭീം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനത് വാങ്ങാനായിട്ട് പോവാണ്. ഈ ടൈമിൽ ഭീം പോവുകയാണെന്ന് മനസ്സിലായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അത് മനസ്സിലായിട്ട് ഭീം എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ വരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരുമിച്ച് പോവാണ്. അവർ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതും ഉമ്മിൻ്റെ അടുത്ത് ഇത് തൊട്ടടുത്ത ആ കടയുള്ളത്, അതുകൊണ്ട് ഞാൻ സൈക്കിളിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ സൈക്കിൾ എടുക്കുകയാണ്. സമയം ഭീമിനെ തുടങ്ങിയിട്ട് ഞാൻ സൈക്കിൾ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ സൈക്കിളിൽ കയറിയിട്ട് ഭീമിനെ ഇരുത്തിക്കൊണ്ട് പോവാണ്. പോകുന്ന ടൈമിന് കളിച്ച് കുലുങ്ങി ആടി ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ പോവാണ്. ആ ടൈമിന് ഭീമാണെങ്കിൽ മര്യാദയ്ക്ക് ഓട്ടിക്ക്, എന്നെ തള്ളിയിട്ട് കൊല്ലാൻ പോകണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് എന്നെ ഇറുക്കി പിടിച്ചിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പന്നാണെങ്കിൽ അവൻ്റെ റൂമിൽ അവന് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കിളീനെ കിട്ടിയില്ലേ, അതിന് അവൻ പെൻഗിൻ എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പെൻഗിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പെൻഗിൻ ഇപ്പോൾ ഓക്കെയാണ്, ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. പന്നിപ്പോൾ പെൻഗിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് ചെയിൻ വരാണ്. അങ്ങനെ ചെയിൻ വന്നതും പന്നാണെങ്കിൽ നീ ഏതാ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചപ്പോൾ ചെയിൻ ഞാൻ പെൻഗിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറാണ്. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞതും അവിടെ ചെയിൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുവാന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ചെയിനാണെങ്കിൽ ഇതൊക്കെ പെൻഗ്വിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അതവിടെ വയ്ക്കുകയാണ്. അവൻ്റെ മറ്റേ കയ്യിൽ വേറൊരു കവറുണ്ടായിരുന്നു, അത് നിനക്കുള്ളതാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പന്നത് കേട്ടിട്ട് ഓടിച്ചെന്ന് ആ കവർ ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്. നോക്കിയപ്പോൾ അവൻ്റെ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. അങ്ങനെ പന്നാണെങ്കിൽ ഇതെല്ലാം എൻ്റെ ഫേവറേറ്റാണ്, വാങ്ങിച്ചതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ചെയിനാണെങ്കിൽ എല്ലാ ഫുഡും നിൻ്റെ ഫേവറേറ്റ് തന്നെയല്ലേ, വാ നമുക്ക് കഴിക്കാൻ തുടങ്ങിയിട്ട് അവനെ കൊണ്ടിരുത്തി കഴിപ്പിക്കാൻ നോക്കുകയാണ്. ഈ ഒരു ടൈമിന് പന്നാണെങ്കിൽ പെൻഗ്വിനെയും അവൻ്റെ അടുത്തേക്ക് കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ കഴിക്കാതെ ഇങ്ങനെ പെൻഗ്വിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയിൻ നോക്കിയപ്പോൾ അവനിങ്ങനെ പെൻഗ്വിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ചെയിൻ പന്നിൻ്റെ അടുത്ത് നീ അതിനെ കളിപ്പിക്കുന്ന നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പറയാണ്. ആട്ടേന് പന്ന് ഇവൻ ഉടനെ തന്നെ തുറന്നു വിടണമല്ലോ, തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ഫുഡൊക്കെ കണ്ടുപിടിക്കേണ്ടി വരില്ലേ, അതൊരുപാട് പാടല്ലേ, അവന് പിന്നെ കഴിക്കാൻ നേരെ ഫുഡ് കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ചെയ്യുന്ന സമയം നീ തുറന്നോട്ട് വിഷമിക്കണ്ട, എന്തായാലും നിനക്ക് കഴിക്കാൻ ഫുഡ് കിട്ടിക്കോളും, നിന്നെ ഞാൻ പറഞ്ഞു വിടുമ്പോൾ നീ ഫുഡ് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുമല്ലോ എന്നിങ്ങനെ പറയാണ്. ആട്ടേന് പന്നാണെങ്കിൽ അതിന് ഞാൻ നിൻ്റെ പെറ്റൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ
പറയുമ്പോൾ ചെയിൻ വേണമെങ്കിൽ പെറ്റാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് പന്നൊരു ബ്ലഷ് ആവുന്നുണ്ട്. അതിനുശേഷം അവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ്. വീണ്ടും ഭീമിനെയും മുമ്മിനെയും കാണിക്കുമ്പോൾ അവർ പാലൊക്കെ വന്ന് തിരിച്ചു വരാണ്. ആട്ടേന് ഭീം ആൻറ്റിയുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ആൻറ്റി കുറേ ഉണ്ടായിരുന്നു, പിന്നെ ഭാഗ്യത്തിന് നിങ്ങളുടെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം അവരുണ്ട് വീണ്ടും ആൻറ്റീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഭീമങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ അവൻ്റെ അടുത്ത് നിന്നിട്ട് അവനൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന പുറത്തിരിക്കുന്ന ടൈമിന് ഭീമന് കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവൻ്റെ അടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ടൈമിന് ഭീമിൻ്റെ ആൻറ്റി അങ്ങോട്ടേക്ക് നിന്നിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്ന് പുമ്മിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പുമ്മിൻ്റെ അടുത്ത് ഇപ്പം നീ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് വെച്ചപ്പോൾ പുമ്മ് അതെ, പക്ഷേ ഇപ്പം തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനവിടെ തനിച്ചല്ലേ, ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമെന്ന് പറയാണ്. ഇവിടെ തന്നെ തൂങ്ങി തൂങ്ങി നിൽക്കാനുള്ള പ്ലാനാണ് ആളുടെ. അത് മനസ്സിലായിട്ട് പുമ്മാണെങ്കിൽ ഇങ്ങനെ പറയുന്നതായിട്ട് ഭീം അവൻ്റെ അടുത്ത് പക്ഷേ നീ ഇന്ന് വീട്ടിലോട്ടല്ലേ പോകുന്നത്, അവിടെ ഫാനൊക്കെ ഉണ്ടല്ലോ എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ആ ടൈമിന് പെട്ടെന്ന് ആൻറ്റി ആണെങ്കിൽ നമ്മുടെ പുമ്മിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭീമിൻ്റെ അടുത്ത് പുമ്മെന്തായാലും ഒറ്റയ്ക്കായിരിക്കുമല്ലോ, ഒരു കാര്യം ചെയ്യ്, നീ അവനെ ഒന്ന് നടക്കാനൊക്കെ കൊണ്ടുപോ, എന്നിട്ട് അവൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അവന് നന്നായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ പുമ്മിന് ചെറിയൊരു ആക്ഷനും കൂടെ കാണിച്ചിട്ടാണ് പോകുന്നത്. ആൻറ്റിക്ക് ഓൾറെഡി കാര്യം മനസ്സിലായിട്ടുണ്ട്. ആൻറ്റി പുമ്മിനെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവിടെ ഒരു പാർക്കിൽ ചെന്നിരിക്കുന്നതാണ്. ഈ ഒരു ടൈമിന് ഭീം പുമ്മിൻ്റെ അടുത്ത് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. പുമ്മപ്പോൾ അതെന്താ അങ്ങനെ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ഭീം അത് പിന്നെ നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ പറയാനായിട്ട് പറഞ്ഞപ്പോൾ പുമ്മ് എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാണ്. ഭീമപ്പോൾ നീയാണെങ്കിൽ ശരിക്കും എന്നെ വളയ്ക്കാൻ നോക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ പുമ്മ് അതേ നോക്കുക, ഇപ്പം ഞാൻ നിന്നെ വളച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഭീമാണെങ്കിൽ വീണ്ടും അവൻ്റെ അടുത്ത് അല്ല എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം പുമ്മ് അതിൻ്റെ കാരണം പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, അത് മൊത്തം പറഞ്ഞിരിക്കണമെങ്കിൽ ഇന്നത്തെ രാത്രി ഞാൻ നിൻ്റെ വീട്ടിൽ നിൽക്കേണ്ടി വരും എന്ന് പറയാണ്. ഭീമ സമയം അയ്യോ അയ്യോ അവസരം എടുത്തങ്ങ് മുതലാക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് പെട്ടെന്ന് പുമ്മ് ഭീമിൻ്റെ തോളിൽ കൈയിട്ടിട്ട് നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നീ ഭയങ്കര രസമാണ്, നിൻ്റെ ചിരി നല്ല രസമാണ്, നീ എപ്പോഴും സന്തോഷിപ്പിക്കും, നിൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ ഒരു ടൈമിന് ഭീമാണെങ്കിൽ മതി മതി നിർത്താനായിട്ട് പറയുന്നുണ്ട്. ആ സമയം പുമ്മാണെങ്കിൽ എനിക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭീം അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കിത് ബാക്കി കേൾക്കണ്ട, അങ്ങോട്ട് പറഞ്ഞ് നിർത്താനായിട്ട് പറയാണ്. ഇവരുടെ പുമ്മാണ് ഇതേ അവിടെ നിന്ന് സാധനം കിടക്കും താഴോട്ട് നോക്കിയെന്ന് പറയാണ്. ഭീം അങ്ങനെ അതെന്താണെന്ന് അറിയാനായിട്ട് നോക്കിയതും പുമ്മ പെട്ടെന്ന് അവൻ്റെ കവിളിൽ കിസ് ചെയ്യാണ്. ഭീം ഇതുകൊണ്ട് ഷോക്കായിട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പുമ്മാണെങ്കിൽ നീ ഇതുവരെയായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ടോളും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റത്തില്ല എന്നങ്ങ് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവർ രണ്ടുപേരും തിരിച്ചൊരുമിച്ച് സൈക്കിളിൽ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞതും ഭീമാണെങ്കിൽ എന്നെ കൊണ്ടുവിട്ടതിന് താങ്ക്സ് പറയുന്നുണ്ട്. പുമ്മ സമയം ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഭീമിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഭീം ഇപ്പോൾ എന്താ വരുമെന്ന് വെച്ചതും പുമ്മ് അടുത്തേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഭീം അടുത്തോട്ട് വന്നതും പുമ്മ് പെട്ടെന്ന് അവനെ കിസ് ചെയ്തിട്ട് ഞാൻ നിന്നെ സൈക്കിൾ തൊട്ട് വീട്ടിൽ കൊണ്ടുവിട്ടില്ലേ, അതിൻ്റെ ഫീസ് വാങ്ങിച്ചതാ, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഭീം നേരെ അവൻ്റെ റൂമിലേക്ക് വന്നിട്ട് അവൻ്റെ ബെഡിൽ കിടക്കുകയാണ്. ബെഡിൽ കിടന്നിട്ട് പുമ്മു അവന് കൊടുത്ത ആ ഒരു പാവ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പുമ്മ് വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ ഫാങ് ഉണ്ടായിരുന്നു. പുമ്മ് ഭയങ്കര സന്തോഷിച്ച് വരുന്ന കണ്ടിട്ട് ഫാങ് പ്രണയത്തിലായെന്നാ തോന്നുന്നത്, ഭീം വല്ല മന്ത്രവാദവും ചെയ്തു വെച്ചോടാ, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആട്ടേന് പുമ്മ് എന്നെ കളിയാക്കിയെന്ന് വേണ്ട, നീയും ടാനിനെ ഡേറ്റ് ചെയ്യലേന്ന് പറയാണ്. ആട്ടേന് ഫാങ് അതൊക്കെ ശരിയാ, പക്ഷേ നിനക്ക് അവൻ്റെ അടുത്തുള്ള ഫീലിങ്സ് ഞാൻ പോലും മനസ്സിലാക്കുന്നതിന് മുമ്പേ എല്ലാവരുടെ മുന്നിൽ വെച്ച് പാർട്ടിയിൽ വെച്ച് നീ അവൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് തുറന്ന് പറഞ്ഞില്ലേ, എൻ്റെ അനിയൻ വളർന്ന് വലുതായെന്നിങ്ങനെ പറയുന്നുണ്ട്. ആട്ടേന് പുമ്മ് അതിന് ഞാൻ കൊച്ചു കുട്ടിയെന്നല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഫാങ് ശരി ശരി നീ കൊച്ചു കുട്ടിയെന്നല്ല, ദാ ഈ സ്നാക്സ് എടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ പുമ്മ് എനിക്ക് വേണ്ട, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഫാങ് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ക്യൂ, പൻ, ചെയിൻ പിന്നെ ബിയർ ഇവർ നാലുപേരും കൂടെ ആയിട്ട് മ്യൂസിക് പ്രാക്ടീസ് നിൽക്കുന്നതാണ്. നമ്മുടെ പൻ അതിലില്ല കേട്ടോ, ബാക്കി മുതലാണുള്ളത്. നമ്മുടെ ചെയിനും ബിയറും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും, നമ്മുടെ ക്യൂ ഗിറ്റാർ വായിക്കുകയും കൂടെ പാട്ട് പാടുകയും ചെയ്യുകയാണ്. ഇവരുടെ ആ ഒരു ബൂത്തിൻ്റെ കാര്യത്തിന്, അതായത് അവർ ആ ഒരു ഗാലറി ആർട്ട് ഗാലറി സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ളതാണിത്. അങ്ങനെ ഇവർ ഫുള്ളിങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പന്നാണെങ്കിൽ ആ ആർട്ട് ഗാലറിയുടെ പരിപാടി കഴിയുന്നതും നമുക്ക് ഒരു ബാൻഡായിട്ട് അങ്ങോട്ട് ഒഫീഷ്യൽ ആവാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയിന് അതിന് നീ ഈ ബാൻഡിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പന്ന് അതെന്താ നീ അങ്ങനെ പറയുന്നത്, മെയിൻ സിംഗറിൻ്റെ ആരെയും ഒഴിവാക്കോ, ഞാനല്ലേ ഇവിടുത്തെ മെയിൻ സിംഗറാണെന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ക്യൂ മൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഇവിടെ പാടാൻ ഞാനുണ്ട്, ഞാൻ മതി എന്നിങ്ങനെ പറയാണ്.
ആ സമയം പന്ന് എന്താക്കിയോ ഇങ്ങനെയും ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയിൻ പന്നിൻ്റെ അടുത്ത് നിന്നിട്ട് എന്തിനാ വെറുതെ നശിപ്പിക്കണേ, നമുക്കൊക്കെ ജീവിച്ചു പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ കളിയാക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം പന്നാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഒരു ബാൻഡ് ഫോം ചെയ്തത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പിയർ നിങ്ങളൊരു ബാൻഡായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ചെയിൻ അങ്ങനെയൊന്നുമില്ല, നമ്മളങ്ങനെ ബാൻഡൊന്നും ആയിരുന്നില്ല, നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മളാകെ ക്യൂ പ്രാക്ടീസ് ചെയ്യുന്നത് വന്നിരുന്ന് കാണുമായിരുന്നു എന്ന് പറയാണ്. പന്നപ്പോൾ നിനക്കെങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയാൻ പറ്റും, നമ്മൾ അടിപൊളിയായിരുന്നില്ലേ, വാ ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് പന്ന് മൈക്കിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവൻ പാടും വിചാരിച്ചിട്ട് ക്യൂവും ബിയറും ചെയിനും കൂടെ ആയിട്ട് അങ്ങ് ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ഇവൻ പാട്ട് പാടാൻ തുടങ്ങുകയാണ്. ഈ കാടൊക്കെ ഇളക്കുന്ന ടൈമിന് കാക്കകൾ കൂട്ടത്തോടെ പറക്കുന്നതൊക്കെ നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവൻ്റെ പാട്ട് കേട്ടാലും കാക്കകളൊക്കെ ഇതുപോലെ കൂട്ടത്തോടെ പറക്കും. അത്ര അടിപൊളിയായിട്ടായിരുന്നു പന്ന് പാടുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവ ഈ പാടുന്ന ടൈമിൽ തന്നെ കറക്റ്റ് ഭീമും ടോയും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഇവൻ്റെ പാട്ട് കേട്ടതും എല്ലാവരുടെ ഹാർട്ട് ബീറ്റ് അങ്ങ് നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഭീമു വന്നത് കണ്ടതും ക്യൂ ആണെങ്കിൽ നീ വന്ന് നന്നായി, ഈ സാധനത്തിനെ പിടിച്ച് മാറ്റാനായിട്ട് അങ്ങ് പറയാണ്. അതിനുശേഷം അവൻ ഓടിച്ചെന്ന് ടോയിനെ കെട്ടിപ്പിടിക്കുകയാണ്. സമയം ടോയ് ആണെങ്കിൽ ഞാനും ഭീമും അവിടെ വെയിറ്റ് ചെയ്തിരിക്കാം, നീ മ്യൂസിക് പ്ലേ ചെയ്തോളാനായിട്ട് പറയാണ്. അങ്ങനെ പന്നും ഭീമും ടോയും കൂടെ അവിടെ സൈഡിൽ ചെന്നിരിക്കുകയാണ്. ഇവർ പാട്ട് പ്ലേ ചെയ്യാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈം ടോയ് പന്നിൻ്റെ അടുത്ത് ക്യൂ സ്കൂളിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. പന്ന സമയം ഞാൻ പറഞ്ഞുതരാം, ആ സമയത്ത് ഞാനായിരുന്നു സ്റ്റുഡൻറ്റ് പ്രസിഡൻറ്റ്, ക്യൂവും ടാനും എപ്പോഴും അടി ഉണ്ടാക്കുമായിരുന്നു, ഇവരുടെ ഇടയിൽ ചെന്ന് അടി മാറ്റലായിരുന്നു എൻ്റെ പരിപാടി, ഇവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കലായിരുന്നു എൻ്റെ ജോലി എന്ന് പറയാണ്. ആട്ടേനും ഭീം അതിൻ്റെ കൂടെ ക്യൂ ഒരു പ്ലേ ബോയ് ആയിരുന്നു, ഓരോ ദിവസവും അവന് ഡേറ്റിന് പോകാൻ ഓരോ ആൾക്കാരായിരുന്നു എന്ന് പറയാണ്. ടോയ് അപ്പോൾ അതിട്ട് ഇങ്ങനെ ഷോക്കായിരുന്നതും ഭീം എന്തിനാ ഈ റിയാക്ഷൻ ഇടുന്നത്, നീ പേടിക്കൊന്നും വേണ്ട, അവനിപ്പോൾ നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് ക്യൂവും ചെയിനും ബിയറും കൂടെ ആയിട്ട് അവിടെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ക്യൂവും ടോയും കൂടെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ആട്ടേന് ക്യൂ വാ നമുക്ക് ഓയുടെ കഫേയിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് ടോയിനെ വിളിച്ച് അങ്ങോട്ട് ചെല്ലാണ്. ഇതേ സമയം അവിടെ പന്നാണെങ്കിൽ വീണ്ടും മൈക്കിപ്പോൾ എനിക്ക് കിട്ടി, ക്യൂ പോയല്ലോ, ഇനി ഞാൻ പാട്ട് പാടുമെന്നും പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങാനായിട്ട് ചെല്ലാണ്. ഭീമാ സമയം നീ പാടാൻ പോവല്ലേ, എങ്കിൽ ശരി നീ പാടിക്കോ, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ ജീവൻ കൊണ്ട് രക്ഷപ്പെടാണ്. ബിയറും പന്ന് വന്നു നിന്നതും അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകുന്നുണ്ട്. ആ സമയം പന്ന് എവിടെ പോവാ, എൻ്റെ പാട്ട് ആർക്കും കേൾക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയം ചെയിന് അവൻ്റെ അവിടെ നിന്നിട്ട് ശരി ശരി ഞാൻ ഗിറ്റാർ വായിക്കാം, നീ പാട്ട് പാടിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം വീണ്ടും ക്യൂവിനെയും ടോയിനെയും കാണിക്കുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരവരുടെ ഡ്രിങ്ക്സൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ എനിക്ക് നീ ഇവിടെ എന്നെ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് ഡ്രിങ്ക്സ് വാങ്ങിച്ചെന്ന കാര്യം ഓർമ്മ വരുന്നതെന്ന് പറയാണ്. ക്യൂ അപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവന്ന ടൈമിന് നീയാണ് ഞാൻ ലെറ്റർ എഴുതിക്കൊണ്ടിരുന്ന പയ്യൻ എന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്ന് നിനക്ക് പേടിയുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ പേടിയുണ്ടായിരുന്നു, കാരണം ഇതിനു മുമ്പേ ഓവിയുടെ കഫേനെ പറ്റി നീ സംസാരിച്ചിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ നീ പെട്ടെന്ന് സംസാരിച്ച് നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് അങ്ങ് ടെൻഷനായി പോയെന്ന് പറയാണ്. ക്യൂ ആ സമയം സോറി പറയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ ക്യൂവിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റിക്കി നോട്ടിൽ എഴുതി സംസാരിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യൂ അത് തന്നെ അതിലെഴുതി സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ടോയ് ആണെങ്കിൽ അത് പിന്നെ നമുക്ക് മുമ്പത്തെ മെമ്മറീസൊക്കെ തിരിച്ചു കൊണ്ടുവരണ്ടേ, നമ്മൾ മുമ്പ് എഴുതി സംസാരിച്ചിരുന്ന പോലെ നമുക്ക് ഇപ്പോൾ എഴുതി സംസാരിക്കാം, പഴയ മെമ്മറീസൊക്കെ ഇങ്ങനെ തലയിലേക്ക് വരട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ക്യൂ ആ സമയിച്ചിട്ട് ഇവർ സ്റ്റിക്കി നോട്ടിൽ എഴുതാണ്. അങ്ങനെ ആ ഒരു ടൈമിന് നമ്മൾ ടോയ് ആണ് ഫസ്റ്റ് എഴുതിയത്. ടോയ് ആണെങ്കിൽ ക്യൂവിന് ക്യൂ നിന്നെ കാണാൻ നല്ല രസമുണ്ട്, നീ പാട്ട് പാടി ഇപ്പോൾ ഭയങ്കര സുന്ദരനായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അത് വായിച്ചതിന് ശേഷം ക്യൂ ആണെങ്കിൽ ഭീം നിൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് എന്താ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അതിന് മറുപടിയായിട്ട് ടോയ് വീണ്ടും എഴുതിയിട്ട് അത് പിന്നെ സ്കൂളിൽ പഠിച്ചപ്പോൾ നിനക്ക് ഓരോ ദിവസം ഓരോ ഡേറ്റിന് പോകാൻ ഓരോ പെമ്പിള്ളേരായിരുന്നു എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ടതും പെട്ടെന്ന് അത് വായിച്ചിട്ട് അതിന് മറുപടിയായിട്ട് ക്യൂ ആണെങ്കിൽ ഞാൻ ഭീമിനെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ തിരിച്ച് റിപ്ലൈ എഴുതാണ്. ആ സമയം അതിനുള്ള റിപ്ലൈ നമ്മുടെ ടോയ് എഴുതാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ക്യൂവിൻ്റെ അടുത്ത് അയ്യോ ഭീമിനൊന്നും ചെയ്തേക്കരുതേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അത് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഭീം വേറെ കാര്യം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയാണ്. ആ സമയം ക്യൂ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ടോയ് ആണെങ്കിൽ അത് പിന്നെ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, നീ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നും എന്നോട് ഭീം പറഞ്ഞു എന്ന് പറയാണ്. ആ ടൈം ടോയ് ആണെങ്കിൽ ഈ പറയുന്ന കേട്ടിട്ട് ക്യൂ അവൻ പറഞ്ഞത് നീ വിശ്വസിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടോയ് എന്താ അത് സത്യമാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ക്യൂ അതറിയണമെങ്കിൽ എന്നെ ഡേറ്റ് ചെയ്യാനായിട്ട് പറയാണ്. ആദ്യമായിട്ടാണ് ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഇവർ സംസാരിച്ചത്. അങ്ങനെ അത് കേട്ടതും പെട്ടെന്ന് ഒന്ന് ടോയ് ഷോക്കാവുന്നുണ്ട്. ആ സമയം ക്യൂ ടോയിൻ്റെ അടുത്ത് നിന്നിരുന്നിട്ട് ഒരു സ്റ്റിക്കി നോട്ടിൽ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാമോ എന്നിങ്ങനെ ചോദിച്ചിട്ട് എഴുതാണ്. അതിന് റിപ്ലൈ ആയിട്ട് യെസ് എന്നും ടോയ് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവർ കിസ് ചെയ്യാനായിട്ട് പോവാണ്. അത് ആരും കാണാതിരിക്കാൻ ടോയ് ആണെങ്കിൽ ബാഗ് എടുത്ത് വെച്ച് മറയ്ക്കുന്നുമുണ്ട്.
അങ്ങനെ അവർ കിസ് ചെയ്യാണ്. കിസ് ചെയ്ത് കഴിഞ്ഞതും ടോയ്ക്ക് ഭയങ്കര നാണം വന്നിട്ട് അവനോട് ബാഗും എടുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ക്യൂ അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് അവൻ്റെ പുറകെ പോകുന്നുണ്ട്. ഇതും കാണിച്ച് ഞാൻ ഫസ്റ്റ് പാർട്ട് എൻഡാക്കാണ്. ഞാനാണെങ്കിൽ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോകുന്ന പോക്ക് കണ്ടിട്ട് 2 ഡേയ്സ് പോയിട്ട് 2 വീക്സ് കഴിഞ്ഞാലും എന്നെക്കൊണ്ട് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പണികളാണ് മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്നത്. നിന്ന് തിരിയാൻ നേരം കിട്ടുന്നില്ല. എക്സാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ പറ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത് എൻ്റെ എക്സാംസ് കഴിയുമെന്നല്ല, എക്സാംസ് തുടങ്ങത്തേ ഉള്ളൂ എന്നാണ്. എൻ്റെ എക്സാംസ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അത് കഴിയണമെങ്കിൽ ഒരു 1.5 ആഴ്ചയും കൂടെ കഴിയും. എന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഇടാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓവറായിട്ട് ലേറ്റ് ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. പറ്റുന്ന പോലെ ഞാൻ പെട്ടെന്ന് ഇടാൻ ശ്രമിക്കാം. എല്ലാവരും ഒന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കണം കേട്ടോ പ്ലീസ്. ഞാൻ പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് ബൈ.